പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും എറണാകുളത്തുനിന്ന് കൊല്ലത്തേക്ക് വന്നു. നിങ്ങൾക്കായി ചില വചനങ്ങൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15 അധ്യായം, അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ്. അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോട് പരിപാലിക്കുന്നു. ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ്. ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപികളാണെങ്കിലും ദൈവത്തിൻ്റെ മക്കളാണ്. ദയാലുവായ ദൈവം, വിശ്വസ്തനായ ദൈവം, നമ്മെ സംരക്ഷിക്കുന്ന സ്വർഗീയ പിതാവ്, നമുക്ക് വേണ്ടി നമ്മൾ ഓരോ നിമിഷവും കാത്തു പരിപാലിക്കുന്ന നമ്മളുടെ സ്വർഗീയ അപ്പച്ചൻ നമ്മളെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കും. നമ്മുടെ സ്വർഗീയ പിതാവ് ക്ഷമാശീലനാണ്. അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോട് പരിപാലിക്കുന്നു. കരുണയുള്ള ദൈവം, വിശ്വസ്തതയുള്ള ദൈവം, സൗമ്യതയുള്ള ദൈവം, ശാന്തതയുള്ള ദൈവം, ദയാലുവായ ദൈവം, ഇങ്ങനെ ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നാം എന്താണ് പകരം കൊടുക്കുന്നത്? ഹല്ലേലൂയ. 116 സങ്കീർത്തനം അതിൻ്റെ 12 വാക്യത്തിൽ പറയുകയാണ്, ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്താണ് കർത്താവിന് പകരം കൊടുക്കുന്നത്? ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. എനിക്ക് അങ്ങനെ ചെയ്യാൻ മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവിന് നമ്മൾ പകരം കൊടുക്കുന്നത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചിട്ടാണ്. ഹല്ലേലൂയ. ജനതകളുടെ ഇടയിൽ നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തണം, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മുടെ സ്വരം ശ്രവിക്കുകയും കർത്താവിൻ്റെ സ്വരം നമുക്ക് കേൾക്കുവാനുള്ള കൃപ നൽകുകയും ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ പാപികളാണ്, ബലഹീനരാണ്. നമുക്ക് യേശുവിനോട് ചേർന്നിരിക്കാൻ യോഗ്യതയുള്ളവർ പോലും അല്ല. എന്നിട്ടും യേശു ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നില്ലേ? അത് തന്നെ എത്രയോ കരുണയാണ് ദൈവത്തിൻ്റെ നമ്മളോട് ദയ തോന്നുന്നു. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. റോമാലേഖനം 9 അധ്യായം അതിൻ്റെ 14 15 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും. അങ്ങനെ കർത്താവിന് ദയയും അനുകമ്പയും തോന്നുവാൻ തക്ക വിധം നമ്മളുടെ ഹൃദയത്തെ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തെ പുകഴ്ത്തണം, ഉയർത്തണം. ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ദൈവം, നമ്മുടെ സർവ്വ പാപങ്ങൾക്കും നമ്മുടെ സർവ്വ രോഗങ്ങൾക്കും നമ്മുടെ എല്ലാ പീഡകളും ഏറ്റെടുത്ത സ്വർഗീയ പിതാവ് ഇന്നും ജീവിക്കുന്നു. ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറാം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്ന നന്മകളെല്ലാം നമുക്ക് മറ്റുള്ളവർക്കായി വിവരിക്കാം. ഹല്ലേലൂയ. ദൈവം ധാരാളമായി നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ യേശുവിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് മജ്ജയിലും മാംസത്തിലും സന്ധിബന്ധങ്ങളിലും എല്ലാം തുളച്ച് കയറി നമ്മളുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയൊക്കെ വിവേകിച്ചറിയുന്നതാണ്. അങ്ങനെയുള്ള വചനത്തെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരേത് ദേശത്തിരുന്നാലും കർത്താവേ, ഏത്
ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങയോട് പ്രാർത്ഥിച്ചാലും അപ്പാ അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം അങ്ങയുടെ ശക്തമായ കരം നീട്ടണമേ, അനുഗ്രഹിക്കണമേ. അനന്തമായ സ്നേഹം കൊണ്ടങ്ങ് മൂടണമേ കർത്താവേ. അങ്ങയുടെ സ്നേഹ സീമയിൽ നിന്ന് ആ മക്കൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ അപ്പാ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യക്കരം ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒപ്പം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തനും നീതിമാനുമായ ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ കൃപയിൽ നിങ്ങളെല്ലാം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.